ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവ് പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനം അങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. നാരായണീയം ധ്യാന ശ്ലോകങ്ങളിൽ 4-ാമത്തെ ശ്ലോകമാണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന, പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഇതിൽ പറയുന്നത് എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണ്. പശുവിനെ കറക്കുന്ന ആൾ ശ്രീകൃഷ്ണനാണ്. അർജുനനാണ് പശുക്കിടാവ്. പാൽ കുടിക്കുന്നത് സജ്ജനങ്ങളാണ്. പാലാണെങ്കിൽ മഹത്തായ ഗീതാമൃതം. ഇതാണ് പദ്യത്തിൻ്റെ അർത്ഥം. വേദങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, ആയിരക്കണക്കിന് വേദങ്ങളുണ്ട്. ആ വേദങ്ങൾക്കൊക്കെ ഉപനിഷത്തുകളുണ്ട്. അപ്പോൾ ആ ഉപനിഷത്തുക്കളിൽ ആദ്യം വേദങ്ങളിൽ നിന്നുള്ള ഉപനിഷത്തുക്കളെ എടുത്ത് ആ ഉപനിഷത്തുക്കളിൽ നിന്ന് അതിൻ്റെ സത്ത് എടുത്ത് കറന്നെടുക്കുകയാണ് ചെയ്യുന്നത്. പാല് കറന്നെടുക്കുന്ന പോലെ അതിൽ നിന്ന് വന്ന പാൽ, ഈ ഉപനിഷത്തിൽ നിന്ന് കറന്നെടുത്തതാണ് ഗീതാമൃതം എന്നുള്ള പാല്. ഇത്രയും ഒരു നല്ല പ്രവൃത്തിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്? സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്തു തന്നിട്ടുണ്ട് നമുക്കിനി ആ അമൃതം, ഗീതാമൃതം അതും കൂടി കുടിക്കാൻ മാത്രമേ വേണ്ടൂ. ആ ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാതെ പറ്റില്ലല്ലോ. കാരണം സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തു തന്നാൽ ഒരു വലിയ പ്രയത്നമാണ്. നമുക്ക് ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. ആ പരമാത്മാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ, ഉപ എന്ന് പറഞ്ഞാൽ അടുത്താണ്, നിഷത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ്. അപ്പോൾ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തിരുന്ന് പഠിക്കുകയാണ്. ഇതിൽ അർജുനൻ ഭഗവാനിൽ നിന്ന് തത്വങ്ങൾ ഉൾക്കൊള്ളുകയാണ്. അർജുനൻ്റെ വിഷാദമൊക്കെ കളയുകയാണല്ലോ ചെയ്യുന്നത് ഭഗവാൻ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ സംഗ്രഹം ഇങ്ങനെയാണ് വരുന്നത്. ഉപനിഷത്തുക്കളിൽ നിന്ന് എടുത്ത് നമ്മൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടെടുത്ത ഗീതാമൃതമായ പാല് കറന്നെടുത്തത് ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇനി 5-ാമത്തെ ശ്ലോകമാണ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം, ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ശ്ലോകമാണത്. നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ അമ്പലങ്ങളിൽ ചെന്നാൽ ചൊല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൊല്ലേണ്ട ഒരു നാമം കൂടിയാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നാമമാണ്. മാത്രമല്ല പഠിക്കാനും വളരെ എളുപ്പമാണ്. 2 വരിയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യാം. വസുദേവരുടെ പുത്രനാണ്. കംസനെയും ചാണൂരനെയും വധിച്ചവനാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും പരമാനന്ദം നൽകുന്നതിൻ്റെ ഒപ്പം തന്നെ സാക്ഷാൽ ദേവകിക്ക് പോലും, അമ്മയ്ക്ക് പോലും പരമാനന്ദം എപ്പോഴും കൊടുക്കുന്നവനാണ്. ലോകർക്കെല്ലാം പരമ ആചാര്യനായിട്ട് വാഴുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ജഗൽഗുരു എന്നാണ് പറയണത്. കൃഷ്ണം വന്ദേ ജഗൽഗുരു എന്നാണ് പറയണത്. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുക, നിലനിർത്തുക, സംഹരിക്കുക. കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ നമ്മളെല്ലാം നമ്മളുടെ ജീവിതം മുഴുവനും സർവം കൃഷ്ണാർപ്പണം, എല്ലാം കൃഷ്ണാർപ്പണമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളുടെ ഗുരുവായിട്ട് മാറും. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് എന്താണ് ഭഗവത്ഗീത എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഭഗവാനെ, അങ്ങ് അതൊന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. അങ്ങയുടെ പാതാരവിന്ദങ്ങൾ ഞാൻ നമസ്കരിക്കുകയാണ്. അപ്പം അങ്ങയുടെ പാതാരവിന്ദങ്ങൾ നമസ്കരിക്കുന്ന എന്നെ അങ്ങ് കൈവിടാതെ അതിലെ തത്വങ്ങൾ എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഭഗവത്ഗീതയിലെ തത്വങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കംസചാണൂരമർദ്ദനം എന്ന് പറയുമ്പോൾ ആ യുദ്ധം, അവർ തമ്മിലുള്ള യുദ്ധം ഭാഗവതത്തിലാണ് വിശദമായിട്ട് വരുന്നത്.
വളരെ കുറച്ച് നാരായണീയത്തിലും പറഞ്ഞിട്ടുണ്ട്. അവർ ആയുധങ്ങളൊന്നും ഇല്ലാണ്ടാണ് എത്രയോ ദിവസങ്ങൾ യുദ്ധം ചെയ്തത്. അന്ന് ഇതുപോലെ അക്രമമൊന്നുമില്ലല്ലോ. അക്രമം ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ പോലത്തെ ആയുധങ്ങൾ എടുത്തിട്ടല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്, അക്രമപരമായിട്ടല്ല. അപ്പോൾ കുറേ ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ്. അപ്പോൾ ഇതെല്ലാം ഭാഗവതത്തിൽ മുഴുവനായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദേവകിക്ക് എപ്പോഴും പരമാനന്ദം നൽകുന്ന, അതായത് ദേവകി ആദ്യം പ്രസവത്തിന് ശേഷം പിന്നെ കൃഷ്ണനെ കാണുന്നില്ലല്ലോ. പിന്നെ കംസചാണൂരമർദ്ദൻ, ആ കംസനെ കൊല്ലുന്ന വേളയിലാണ് പിന്നീട് ദേവകി ഭഗവാനെ കാണുന്നത്. അത് നമ്മൾ നാരായണീയത്തിലും കണ്ടു. അങ്ങനെ ദേവകിക്ക് എപ്പോഴും പരമാനന്ദം നൽകുന്ന ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. ഇനി 6-ാമത്തെ ശ്ലോകം. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. ഭീഷ്മരും ദ്രോണരും ആ യുദ്ധക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധക്കളത്തിൻ്റെ ഒരു നദിയായിട്ട് സങ്കല്പിച്ചിട്ട് അതിൻ്റെ ഇരുതീരങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നദിയിലുള്ള ജലം ജയദ്രഥനാണ് ജലം. ആ നദിയിലെ കടക്കുക എന്നുള്ളതാണ് പാണ്ഡവരുടെ ഉദ്ദേശം. അപ്പോൾ ആ നദിയിൽ ഉയർന്ന കരിമ്പാറക്കെട്ടുകളുണ്ട്, അത് ശകുനിയാണ്. ഇവരുടെയൊക്കെ യുദ്ധതന്ത്രങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. ആദ്യം പൊതുവായിട്ടുള്ള അർത്ഥം പറഞ്ഞു തരികയാണ്. ഇനി ശല്യരാകുന്ന മുതലയാണ് ആ നദിയിലുള്ളത്, ആക്രമിക്കാൻ പറ്റുന്ന മുതലയുണ്ട്. ഒഴുക്ക് കൃപരാണ്. കർണനാകുന്ന തിരകളാണ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളരെ ശക്തിയുള്ള വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും പോലെയുള്ള തിരകൾ ഉണ്ടാക്കുന്നത് കർണനാണ്. അശ്വത്ഥാമ വികർണൻ എന്ന 2 വലിയ മത്സ്യങ്ങളുണ്ട്, മകരമത്സ്യങ്ങളുണ്ട്. ഇനി ആ നദിയിലുള്ള ചുഴി ആണ് ദുര്യോധനൻ. അങ്ങനെയുള്ള ആ യുദ്ധമാകുന്ന നദിയെ കടക്കാൻ, അല്ലെങ്കിൽ അത് ആ നദിയുടെ അപ്പുറത്തെത്താൻ പാണ്ഡവരെ സഹായിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ സഹായത്താൽ പാണ്ഡവന്മാർ ആ നദി തരണം ചെയ്തു എന്നാണ്. അവർ എത്ര സാമർഥ്യം ഉണ്ടെങ്കിലും പാണ്ഡവന്മാർക്ക് അത് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ സഹായം വേണം. ആ സഹായം ചെയ്തത്, അല്ലെങ്കിൽ അവരെ ഈ യുദ്ധത്തിൽ സഹായിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ ഈ നദിയായിട്ട് വിശേഷിപ്പിച്ചിട്ട്, അപ്പോൾ ഭീഷ്മരും ദ്രോണരുമാണ്. അപ്പോൾ ഭീഷ്മരെന്ന് പറഞ്ഞാൽ പിതാമഹനാണല്ലേ, മാത്രമല്ല സ്വച്ഛന്ത മൃത്യു കൈവരിച്ചിട്ടുള്ള ആളാണ്. ദ്രോണരാണെങ്കിൽ ആയുധകലയിൽ ആചാര്യനാണ്. ആയുധത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ജയിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം അതാണ്, ഇവരെ ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ്. ഇനി ഒരു ജയദ്രഥനാണ് അവിടുത്തെ ജലം. ഇനി ഈ നദി എങ്ങനെയെങ്കിലും തരണം ചെയ്യാം, അതായത് ജലം ഉണ്ടെങ്കിലും ആഴമൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അത് കടക്കാം, അതായത് യുദ്ധം എങ്ങനെയെങ്കിലും നേടാമെന്ന് വിചാരിച്ചാൽ അതിൽ നിറച്ച് കരിമ്പാറക്കെട്ടുകളാണ്. അതായത് ശകുനിയുടെ കുതന്ത്രങ്ങളാണ് പറയുന്നത് കരിമ്പാറക്കെട്ടുകൾ എന്ന്. മാത്രമല്ല മുതലേ പോലെ ഇടയ്ക്കിടയ്ക്ക് എവിടെ മുങ്ങുക എവിടെ പൊങ്ങുക എന്നറിയില്ല, എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ആളാണ്. ആക്രമിക്കുന്ന ജന്തുവാണ് മുതല. അപ്പം അത് ശല്യരാണ്. ഇനി ഗംഭീരമായ ഒഴുക്കാണ് നദിക്ക്. ആ ഒഴുക്കിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് കൃപരുമായിട്ടാണ്. ഇനി ഇതെല്ലാം നമുക്ക് ജയിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ശക്തിയായ തിരമാലകൾ പോലെ വെള്ളത്തിലിങ്ങനെ ഭയങ്കര ഇളകി മറിയാണ് എപ്പോഴും. നമുക്ക് ഒരു എന്താ പറയുക, നല്ല രീതിയിൽ സമാധാനമായിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒഴുക്ക് വരുന്നു, ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് കർണൻ്റെ യുദ്ധതന്ത്രങ്ങളെ പറ്റി വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ
നദി. ഇനി ഇതെല്ലാം തരണം ചെയ്ത് മെല്ലെ കടക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ വലിയ മത്സ്യങ്ങളുണ്ട്. അശ്വത്ഥാമ, വികർണ ആണ് മകരമത്സ്യങ്ങളെന്ന് പറയുന്നത്. അവരുടെ യുദ്ധതന്ത്രങ്ങളെയാണ് അത് പറയുന്നത്. ഇതിനി അതും കഴിഞ്ഞാൽ വീണ്ടും ദുര്യോധനനുണ്ട്. അപ്പോൾ ദുര്യോധനനെയൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതികഠിനാണ്. അവരെ ജയിച്ച് അപ്പുറത്ത് എത്തുക എന്നുള്ളത് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇത് കടക്കാൻ രണനദി പാണ്ഡവേഹി ഉത്തീർണ എന്നാണ്. പാണ്ഡവരാൽ യുദ്ധനദി കടക്കപ്പെട്ടു എന്നാണ്. പാണ്ഡവർ കടന്നു എന്നല്ല പറയുന്നത്, കടക്കപ്പെട്ടു. അപ്പോൾ ആരോ ഒരാൾ സഹായിക്കണം. പാണ്ഡവരുടെ മാഹാത്മ്യം അവിടെ ഉണ്ട്. എല്ലാവരും സമർത്ഥരാണ്, മിടുക്കരാണ്. പക്ഷേ ആ തോണിക്കാരന് സാമർഥ്യമില്ലെങ്കിൽ ഇത്രയും ഇപ്പം നേരത്തെ വിവരിച്ച മാതിരത്തെ ഒരു നദി കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമരത്തിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു സാമർഥ്യം കൊണ്ട് മാത്രമാണ് അവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ 6th കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത 3 ശ്ലോകങ്ങളും കൂടിയുണ്ട് ധ്യാന ശ്ലോകമായിട്ട്. അത് അടുത്ത ദിവസം പറയാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ദിവാദാലയ വാസവിഷ്ണോ.